ഹായ് പ്രൈസ് ഗോഡ്. ഇന്നത്തെ തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. ആ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. ഫലം തരാത്ത അത്തിവൃക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. അവനൊരു ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഫലം അന്വേഷിക്കുന്നു, ഒന്നും കാണുന്നില്ല, അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനെ, ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവടുകൾ വെച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ല എങ്കിൽ അത് നീ വെട്ടിക്കളഞ്ഞുകൊള്ളുക. അപ്പൊ ഇതാണ് കൃഷിക്കാരൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് CCC പ്രകാരം നമ്മളെ 4 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈശോയുടെ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഫിക്ട്രി, അത്തിമരം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഈശോ അവരോട് ഈ ഉപമ പറഞ്ഞത് അന്നത്തെ ഇസ്രായേൽ ജനത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മളിത് വായിക്കുമ്പോൾ ഇത് നമ്മളായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. അപ്പൊ ആ ഇസ്രായേൽ ജനത്തോട് ആ ഒരു ഫിക്ടറി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശോയുടെ ക്ഷമയും കരുണയുമാണ്. ഈശോയുടെ ക്ഷമയും കരുണയും എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അതിനകത്ത്. കാരണം ഈശോ പറയുന്നത് 3 വർഷമായി ഞാൻ നോക്കുന്നു, എന്നിട്ട് അത് ഫലം നൽകുന്നില്ല, നിലം എന്തിനു പാഴാക്കണം, വെട്ടിക്കളയുക. അപ്പൊ കൃഷിക്കാരൻ പറയുന്നുണ്ട്, അത് ഞാൻ ഈ വർഷം കൂടെ നിൽക്കട്ടെ, അത് ഞാൻ കിളച്ച് വളമിടാം, മേലിൽ ഫലം നൽകിയേക്കാമെന്ന്. അപ്പം ഈശോയുടെ ക്ഷമയും ഈശോയുടെ കരുണയും അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസം, ഫെയ്ത്ത്. നമ്മൾ എത്രമാത്രം ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നു, ഫലം എത്രമാത്രം പുറപ്പെടുവിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അനുയായികളാണ്. ഡിസൈപ്പിൾഷിപ്പ് ആയിക്കൊണ്ട് ആ വിശ്വാസത്തിൽ നിലനിൽക്കുക, നമ്മളിൽ തന്നെ വിശ്വാസം നിലനിൽക്കാതെ അത് സ്പ്രെഡ് ഔട്ട് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് നമ്മൾ സാക്ഷികളായി തീരുക. അത് അങ്ങനെ ഒരു കാര്യമാണ് ഇതിനകത്തോട് പറയുന്നത്. മറ്റുള്ളവർക്ക് സാക്ഷികളായി തീരുക, നമ്മൾ സ്പ്രെഡ് ഔട്ട് ചെയ്യുക. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യം പ്രഘോഷിക്കുക, അതാണ് ആ ഫലം എന്ന് ഉദ്ദേശിക്കുന്നത്. 4-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാണിംഗ്, വെട്ടിക്കളഞ്ഞേക്കുക. അപ്പൊ മേലിൽ ആ ഈശോയുടെ ക്ഷമ നൽകി 3 വർഷം നോക്കി, ഫലം നൽകുന്നില്ല. പിന്നെയും കൃഷിക്കാരൻ പറഞ്ഞു, മേലിൽ ഫലം നൽകിയേക്കാം, ഞാൻ 1 വർഷം കൂടെ നിൽക്കട്ടെ എന്ന്. എന്നിട്ടും ഫലം നൽകുന്നില്ലേ എങ്കിൽ വെട്ടിക്കളഞ്ഞേക്കുക. അതാണ് ഈശോ പറഞ്ഞത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഫലം പുറപ്പെടുവിക്കുന്നവരാകുക. ഫലമില്ല എങ്കിൽ ഈശോ പറയും, ഞാൻ നിങ്ങളെ അറിഞ്ഞില്ല, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു അന്തിമമായ ഒരു വിധിയുണ്ട്. ആ വിധിയുടെ സമയത്ത് വരുമ്പോൾ, ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈശോ പറയും, ഞാൻ അറിഞ്ഞില്ല നിങ്ങളെ, എനിക്കറിയത്തില്ല നിങ്ങൾ ആരാണെന്ന്. അതിനു പകരം അത് നമ്മൾ കേൾക്കാതെ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ വക്താക്കളാകുക നമ്മൾ ഓരോരുത്തരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ ഡിസൈപ്പിൾഷിപ്പ് ആകുവാനായിട്ടുള്ള കൃപ തരണമേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈശോയെ ഒന്നും കൂടെ സ്നേഹിക്കാം. പ്രൈസ് ഗോഡ്.